ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സഡ് ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ജ്യൂസിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ചെറിയ ക്യാരറ്റ് എടുക്കുക. പിന്നെ ഒരു വലിയ മാങ്ങ, നല്ല പഴുത്ത മാങ്ങ എടുക്കണം. പിന്നെ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ, അതായത് 4/1 ഭാഗം, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഈ ഒരു ജ്യൂസിൽ മാങ്ങയുടെ ടേസ്റ്റാണ് മുന്നിലേക്ക് നിൽക്കുന്നത്, അതുകൊണ്ടാണ് വലിയ മാങ്ങ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് 3 ചെറിയ ക്യാരറ്റ് മതിയെന്നും. അപ്പോൾ ആദ്യം തന്നെ ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് വേവിച്ചെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെന്തും കിട്ടും, പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ ഇത് ക്യാരറ്റും ബീട്രൂട്ടും ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ മാങ്ങയും ചേർക്കാം. പിന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർക്കാം, അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. പഞ്ചസാര അത്ര ഹെൽത്തി അല്ല, അതുകൊണ്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ സെമി ഫ്രോസൺ മിൽക്ക് ചേർക്കാം, അതായത് പകുതി കട്ടയും പകുതി ലൂസായിട്ടുള്ള പാലാണ്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ മുഴുവൻ പാൽ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, കട്ടയൊക്കെ കിടക്കും. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മിക്സഡ് ജ്യൂസ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ആഡഡ് ഫ്ലേവേഴ്സോ കളേഴ്സോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെൽത്തി ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.